മുളകെല്ലാം കൂടി ഒരു ഒറ്റയടിക്ക് പറക്കേണ്ടി വരും. വെച്ചതായിരുന്നു, ഓറഞ്ച് ആവാൻ വെച്ചതായിരുന്നു, പക്ഷെ അത് മഞ്ഞയിലേ പറിച്ചു. മതി മതി, ഇനിയുണ്ട്. ഇതാ എന്റെ പതയൊക്കെ വരുന്ന കണ്ടോ. ഇതിപ്പോ 3 ദിവസമായി കേട്ടോ. നമ്മള് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് ആണ് ആന്റി ക്ലോക്ക് വൈസ് കേട്ടോ. മിറാക്കിൾ ഫ്രൂട്ട് പഴുത്തതില്ലേ, എന്തൊക്കെയാണ് വെണ്ടയ്ക്ക മാത്രമേ ഉള്ളൂ നമ്മുടേത്. ബാക്കിയൊക്കെ മമ്മി തീർക്കും. ഇത് ഈ നാരങ്ങ പറിച്ചോളൂ അമ്മ, ഇതല്ലെങ്കിൽ കേട് വരും. എന്തായിരുന്നു ഇതിന്റെ പേര്? ബുഷ് ഓറഞ്ച്. ബുഷ് ഓറഞ്ച് ആണ്, നല്ല നാരങ്ങേന്റെ മണം. എന്ത് കഥയാ പറഞ്ഞു കൊടുക്ക? എന്തൊക്കെയല്ലേ പോയില്ലേ അമ്മത് അവിടുന്ന് അമ്മക്ക് അതങ്ങോട്ട് ഇഷ്ടായി, എപ്പോഴോ പോയതാ. അവിടുന്ന് ചിരിക്കണ്ടായിരുന്നു. വെക്കാൻ പറ്റില്ല കേട്ടോ, ചതഞ്ഞു പോകും. അതത്രേ ഉള്ളൂ. അതാ ചക്ക ആണോ? എടാ ചെറിയൊരു ട്രൈ നടന്നിട്ടുണ്ട്, പക്ഷെ സക്സസ് ആയിട്ടില്ല, പാളിപ്പോയി. അപ്പം ഇന്നത്തെ യുദ്ധം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എന്താ പരിപാടി? ഹാർവെസ്റ്റിങ്ങാ? 2 ദിവസം മുമ്പ് വെണ്ടയ്ക്ക പറിച്ചതാണ്, വീണ്ടും വെണ്ടയ്ക്ക പറിക്കാനുള്ള പരിപാടിയാണ്. വേണ്ട വേണ്ട, അവിടെ ഒരു പയറിനെയൊക്കെ നശിപ്പിച്ചു എന്ന് കേട്ടു തമ്പുരാൻ. ഇറങ്ങിക്കോ. മുളകിന്റെ വലിപ്പം നോക്കി പോവേ. അതിലും വലിപ്പുണ്ട് അപ്പുറത്തെ മുളക്. മുളകെല്ലാം കൂടി ഒരു ഒറ്റയടിക്ക് പറക്കേണ്ടി വരും. ഇനി എന്താ പറിക്കാനുള്ളത്? അത് കൈകൊണ്ട് പറിക്കാവുന്നതേ ഉള്ളൂ. വെച്ചതായിരുന്നു, ഓറഞ്ച് ആവാൻ വെച്ചതായിരുന്നു, പക്ഷെ അത് മഞ്ഞയിലേ പറിച്ചു. മതി മതി മതി, ഇനിയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ കൈ കൊണ്ട് പറിക്കാം. മതിയോ? നമുക്ക് അവിടെ പോയിട്ട് അച്ഛന്റെ പിന്നാലെ നടക്കുക. നിന്റെ പിന്നാലെ നിന്നാലേ അതിനൊന്നും കിട്ടുന്നു. റംബുട്ടാൻ ഏറ്റവും മേലെ അല്ലേ വലുത്? നമ്മൾ കാണിച്ചിരുന്നു. അമ്മ അവിടെ നിന്ന് താഴത്തുനിന്ന് കാണിച്ച് സപ്പോർട്ട് ചെയ്താ. ഇത് തന്നെയല്ലേ അമ്മ മിനിഞ്ഞാന്ന് പറഞ്ഞു? ഞാൻ 2-3 പറിച്ചു, പക്ഷെ എനിക്കും കിട്ടിയിട്ടില്ല. അതൊക്കെ ഡബിൾ ഡക്കറാ അല്ലേ അന്ന് വെച്ചതല്ലേ? ഇത് ഈ കുഞ്ഞു ചട്ടിയിൽ വെക്കാനുള്ള പരിപാടിയാ? 3 ചട്ടിയിൽ വെക്കാനുള്ള പരിപാടിയാണ്. എന്തായിരുന്നു അതിന്റെ പേര്? ജെറേനിയം. ഓക്കെ. ഇനി എന്തൊക്കെയൊക്കെയോ. ഞാൻ കണ്ടു. വാഴയ്ക്കോ? ഓക്കെ.
കൊള്ളാം, നൈസ്. മിറാക്കിൾ ഫ്രൂട്ട് പഴുത്തതില്ലേ? എന്തൊക്കെയാണ് വിളവെടുപ്പല്ലേ? വെണ്ടയ്ക്ക മാത്രമേ ഉള്ളൂ നമ്മുടേത്. ബാക്കിയൊക്കെ മമ്മി തീർക്കും. വാ പോര്. ഓക്കെ, ഇവനൊന്ന് പറിക്കാനുള്ള കേട്ടോ. എടാ എടാ എടാ, അതിൻ്റെ ഉള്ളിൽ പോയി ഇരുന്നുണ്ട്. ഇത് ഈ നാരങ്ങ പറിച്ചോളൂ അമ്മ, ഇതല്ലെങ്കിൽ കേട് വരും. എന്തായിരുന്നു ഇതിന്റെ പേര്? ബുഷ് ഓറഞ്ച്. ബുഷ് ഓറഞ്ച് ആണ്. ഏത്? അത് ഇപ്പം എനിക്കറിഞ്ഞൂടാ, നിങ്ങളല്ലേ ഇതിന്റെ മെയിൻ ആൾക്കാർ. അങ്ങനെയാണ് ഗായ്സ്. എന്നാ പേരക്ക പറിച്ചോളൂ. വഴുതനങ്ങ, വെണ്ടയ്ക്ക. പേരക്ക നമ്മൾ ഇന്നലെ പറിച്ചല്ലോ. രണ്ട് മൂന്ന് ചീരയും പറിച്ചോണ്ട്. നല്ല കാറ്റ് ഗായ്സ്. ആഹാ, ഇതിനെ വിത്തിന് വെച്ചല്ലേ? നല്ല നാരങ്ങേന്റെ മണം. എന്താ അമ്മ അവിടെ? അമ്മ അബിയുവിന്റെ പിന്നാലെ നടക്കുക. അബിയു കായ്ച്ചിട്ടില്ല മമ്മി. അത് മൂത്തോ? ആ, 2 ദിവസം മുമ്പ് പറിച്ചതാ. വേഗം വലുതാവും. കുട്ടപ്പനാവൂലേ? പിന്നെ ഇംഗ്ലീഷ് വളങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. അച്ഛൻ്റെ മറ്റേ ആ ഫെർട്ടിലൈസർ ഇളക്കാനുണ്ടേ. എല്ലായിടത്തും ചീരയും വഴുതനങ്ങയും വെണ്ടയ്ക്കയും എന്തൊക്കെയൊക്കെ. എന്ത് കഥയാ പറഞ്ഞു കൊടുക്കുക? എന്തൊക്കെയാലേ പോയില്ലേ? അമ്മത് അവിടുന്ന് അമ്മക്ക് അതങ്ങോട്ട് ഇഷ്ടായി. എപ്പോഴോ പോയതാ. അവിടുന്ന് ചിരിക്കണ്ടായിരുന്നു. അതെ അതെ അതെ, വളരെ റെയർ ആയിട്ടേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആളിത് മൊത്തം നശിപ്പിക്കും. ഇപ്പൊ മിനിഞ്ഞാന്നൊരു പയറ് നശിപ്പിച്ചു. കളിക്കുക, എന്തൊരു സ്പീഡിലാ ഓടുകയെന്ന് അറിയോ? ആ വഴിക്ക് അങ്ങ് പോവും. വെണ്ടയ്ക്ക പറിച്ചു കഴിഞ്ഞു. 2 ചീര പറിച്ചോളൂ. ഇതാ ഇവരെ 2നെയും പറിച്ചോളൂ. ഇതാ ഈ വലുത് 2 ഒക്കെ വലുതായി. അതാ അതും ഇതും ഒക്കെ വലുതാ. അത് ഇത് ഇവൻ ക്യാച്ച് ബാലൻസ് ചെയ്ത് വെക്കണേ. ഓക്കെ, 4 മടക്കാം, 4 കട്ടാക്കാം. സുഖമായിട്ട്. ഓക്കെ, അത് കട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇവിടെ വെക്കാതാ, ഇങ്ങോട്ട് വന്നോളൂ, ഞാൻ പിടിക്കാം. കുഴപ്പമില്ല, നമ്മൾ കഴുകില്ല. എന്താ ജിമിട്ടാ?
ഇനി എന്താ പറിക്കാനുള്ളത്? ചക്കയും പറിക്കും. കപ്പ വേണ്ട. അതിപ്പോൾ ഇതിപ്പോൾ എന്തൊക്കെയാ ഇത്? ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വഴുതനങ്ങയും വരും. ആള് അവിടെ അപ്പിടും ആള്. ഞങ്ങൾ ഇട്ട് വെച്ച വഴുതനങ്ങയാണ് കേട്ടോ ഈ റോല് കാണുന്നത്. നമുക്ക് ഇതിന്റെ ഇടയിൽ പയർ വെച്ചിട്ട് അങ്ങോട്ട് പറത്തി കൊടുക്കാം. പയറും കൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു ചൂടിക്കയർ ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുത്താൽ മതി. ആള് നേരെ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് എത്തിക്കോളും. അച്ഛൻ്റെ ഒരു സ്പെഷ്യൽ ടെക്നിക്ക് ഇല്ലേ, പയർ നടുന്ന രീതി, അതും കാണിച്ചു കൊടുക്കാം ഇവർക്ക്. അച്ഛനെ ആ ഫെർട്ടിലൈസർ ഒന്ന് ഇളക്കിക്കോളൂ കേട്ടോ, കാരണം അതൊന്ന് എയറേറ്റഡ് ആവാനുണ്ട്. ഒരു പ്രാവശ്യം അത് നമ്മൾ അടപ്പ് തുറന്നിട്ട്. ഓക്കെ, ഇവിടെ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ കണ്ടിട്ടുണ്ടാവും. അച്ഛനൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ എടുക്കുന്നത്. അടച്ച് വെച്ചിരിക്കാം. ഓക്കെ കേട്ടോ. പറിക്കാൻ പഴുത്തോ? ആ പറിക്കാം. ഇതാ ഇതിന്റെ പതയൊക്കെ വരുന്ന കണ്ടോ. ഇതിപ്പോ 3 ദിവസമായി കേട്ടോ. നമ്മള് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് ആണ് ആന്റി ക്ലോക്ക് വൈസ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മളൊരു സ്പെഷ്യൽ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ചാനലിൻ്റെ മുകളിൽ കൊടുക്കാം. പിന്നെ വലിയ ബാഡ് സ്മെല്ലൊന്നുമില്ല. ചിലർ ചോദിച്ചിരുന്നു കമന്റ്സിൽ ബാഡ് സ്മെൽ ഉണ്ടാവും. ചെറിയ സ്മെല്ല് വരും, പക്ഷെ നിങ്ങൾ തൊടിയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചാലും മതി. പക്ഷെ വലിയ മണമൊന്നുമില്ല കേട്ടോ. എന്താ അമ്മ, പേരക്ക പറിക്കാൻ പോവാ? പറിച്ചോളൂ, അത് കൈ കൊണ്ട് ഇങ്ങോട്ട് എടുത്താൽ മതി. അമ്പ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. ഓക്കെ, എന്നാ മമ്മി ആ ചക്ക അങ്ങോട്ട് പറിച്ചോളൂ. കത്തി അച്ഛൻ്റെ കയ്യില. ഇതിലിട്ടുള്ളൂ, നമുക്ക് അകത്തുനിന്ന് കൈ കഴിക്കാം. ഓക്കെ, ഇനി ഓക്കെ. ചക്ക അതിൽ വെക്കാൻ പറ്റില്ല കേട്ടോ, ചതഞ്ഞു പോകും. ചീര അതത്രേ ഉള്ളൂ. അതെ, ചക്ക ആണോ? എടാ, ചെറിയൊരു ട്രൈ നടന്നിട്ടുണ്ട്, പക്ഷെ സക്സസ് ആയിട്ടില്ല, പാളിപ്പോയി. നല്ല മണുണ്ട്. ചക്ക പറിച്ചു, ചീര പറിച്ചു, വെണ്ടയ്ക്ക പറിച്ചു, പേരയ്ക്ക പറിച്ചു, മിറാക്കിൾ ഫ്രൂട്ട് പറിച്ചു, പിന്നെ ബറാബിയും പറിച്ചു. പേരയ്ക്കയും പറഞ്ഞു. ഇതവിടെ ഉണ്ട്. അതെ, മെയ് അതാണേ. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഹാർവെസ്റ്റിംഗ്. അപ്പം നമ്മൾ ഫെർട്ടിലൈസറൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ചാനലിൽ തന്നെ ഉണ്ട്. അത് കാണിച്ചു തരാം. കാരണം അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര, നമ്മുടെ ശീമക്കൊന്നയുടെ ഇല, വെള്ളം. ഓക്കെ, അതിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു. അതെ, നമ്മളിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിന് ഒരു ഇല കറുത്ത് പോയത് കണ്ടോ, അതിന് ശേഷം വന്ന ഇലകൾ കണ്ടോ. ഇതിനൊരു എന്താ പറയുക, കീടനാശിനി അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരുന്നുണ്ട് വേറൊരു വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഗായ്സ്. രണ്ടാളും ബൈ ബൈ പറഞ്ഞോളൂ. ബൈ.